ഇടതുപക്ഷ ഗവൺമെൻറ് നിയോഗിച്ച പ്രധാനപ്പെട്ട ഒരാളാണ് ഇപ്പോൾ അറസ്റ്റിലായത്. അദ്ദേഹം അപരാധിയാണോ നിരപരാധിയാണെന്ന് കോടതിയെ തെളിയിക്കേണ്ടത്. എൻ്റെ കാലത്ത് നടന്ന 102 പേരുടെ മരണം. അതിനു മുമ്പ് പല പ്രാവശ്യം അവിടെ പല സാഹചര്യത്തിൽ ആളുകൾ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, ഈ മകരജ്യോതി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ തെളിക്കുന്ന ദീപമാണ്. പരമായിട്ട് അവിടെ ഇല്ല. പക്ഷേ ദൈവവിശ്വാസമില്ലാത്ത ഈ മന്ത്രിമാർ ആ തിരുമുറ്റത്ത് കയറി നിൽക്കുക, പ്രസാദം കൊടുക്കുന്ന താഴെ കളയുക, പ്രസിഡൻറ്റ് തൊഴുമ്പോൾ പോലും അവിടെ ചുമ്മാ കൈയും കെട്ടി നോക്കി നിൽക്കുക. പിന്നെ നിരീശ്വരവാദികൾ എന്തിനാണ് അമ്പലത്തിൽ പോയി ആ തിരുനടയിൽ നിൽക്കുന്നത്? അതിന് കാര്യമില്ല. അഡ്മിനിസ്ട്രേഷൻ താഴെയില്ല സാറേ, അവിടെ പോയി ഇരുന്നാൽ പോരെ. എന്തിനാ ചുമ്മാ അവരെ ഈ തൊഴാൻ പോകുന്നതിനെ ഉപദ്രവിക്കാൻ പോകും? സാർ അങ്ങ് പറഞ്ഞത് ദേവസ്വം ബോർഡ് മെമ്പറോ പ്രസിഡൻറ്റോ ആകാനായിട്ട് ദൈവവിശ്വാസം അത്ര മാൻഡേറ്ററി അല്ല, അല്ലെങ്കിലും ആകാം എന്നാണ് അങ്ങയുടെ അഭിപ്രായം എന്ന് പറഞ്ഞത്. ഓക്കെ, കാരണം രാജേന്ദ്രപ്രസാദും നെഹ്റുവൊന്നും ദൈവവിശ്വാസികളല്ലായിരുന്നു. പക്ഷേ രാജേന്ദ്രപ്രസാദും ജവഹർലാൽ നെഹ്റുവും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരല്ലായിരുന്നില്ല, രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയുമായിരുന്നു. പക്ഷേ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ക്ഷേത്രം ഭരിക്കേണ്ട ഒരു സമിതിയാണ്. ക്ഷേത്രം നിലനിൽക്കുന്നത് വിശ്വാസത്തിലാണ്. വിശ്വാസം, ആചാരം, ഇത് രണ്ടുമാണ് ഒരു ദേവാലയത്തിനെ നിലനിർത്തുന്നത്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിശ്വാസവും ആചാരവും സംരക്ഷിക്കാൻ ടെക്നിക്കലായിട്ടും അത് സാങ്കേതികമായിട്ടായാലും ശരി, അതിൻ്റെ ഒരു മോറലായിട്ടും ധാർമ്മികമായിട്ടായാലും അതുപോലെ തന്നെ എത്തിക്കലായിട്ടും എങ്ങനെയായാലും ഈ ക്ഷേത്രം വിശ്വാസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട്, ദൈവത്തിനെ പ്രത്യേകിച്ച് ആരും കണ്ട് നേരിട്ട് അറിയാത്തതുകൊണ്ട്, ഓരോ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു പ്രത്യേക വികാരമായതുകൊണ്ടും, അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡന്റന്മാരുമായി വരുന്നവർ ദൈവവിശ്വാസികളായി ആയിരിക്കണം എന്ന് നമ്മുടെ നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചതിൻ്റെ പിന്നിൽ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് വേറെ ഉണ്ടെങ്കിലും, അത് സാങ്കേതിക അർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവവിശ്വാസികളായ ഹിന്ദു MLA മാരും ദൈവവിശ്വാസികളായ മന്ത്രിമാരും തിരഞ്ഞെടുക്കുന്ന ഒരു സമിതി വരാത്തതിൻ്റെ ദോഷമാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് നിയോഗിച്ച പ്രധാനപ്പെട്ട ഒരാളാണ് ഇപ്പോൾ അറസ്റ്റിലായത്. അദ്ദേഹം അപരാധിയാണോ നിരപരാധിയാണെന്ന് കോടതിയെ തെളിയിക്കേണ്ടത്. എന്തായാലും കോടതിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തിൽ നടന്ന ഒരു അന്വേഷണത്തിൽ കൃത്യമായ തെളിവുകളോടുകൂടിയാണ്, പിന്നെ തെളിവ് വ്യാഖ്യാനിക്കുന്ന കോടതി അത് വേറെ കാര്യം. N. വാസു 2 പ്രാവശ്യം കമ്മീഷണറായിട്ടിരുന്ന ഒരാളാണ്, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടിരുന്ന ആളാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. ഇനി മുൻ പ്രസിഡന്റുമാർ പലരും അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാര്യം വെച്ചാൽ, മോഷണം നടത്തുന്നതിന് വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ വ്യത്യാസമില്ല, അതൊരു മനസ്സിൻ്റെ ഭാവമാണ്. മോഷണം എന്നുള്ളത് വിശ്വാസി അവിശ്വാസികളുടെ പ്രശ്നമല്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായാലും ശരി, ദൈവവിശ്വാസി അല്ലാത്ത ഒരാളെ ഒരു ഗവൺമെൻറ് ഇത്തരം ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക, അത് ശരിയായ ഒരു നടപടിയാണോ? അത് അങ്ങേക്ക് അതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണം എന്താണ്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അവരാണല്ലോ ഇത് ഭരിക്കുന്നത്. ദേവസ്വം മന്ത്രി എന്ന് പറഞ്ഞൊരു വകുപ്പിന് വലിയ കാര്യമില്ല, മന്ത്രിക്ക് വലിയൊരു അധികാരം നിയമപരമായിട്ട് അവിടെ ഇല്ല. പക്ഷേ ദൈവവിശ്വാസം ഇല്ലാത്ത ഈ മന്ത്രിമാർ ആ തിരുമുറ്റത്ത് കയറി നിൽക്കുക, പ്രസാദം കൊടുക്കുന്ന താഴെ കളയുക, പ്രസിഡൻറ്റ് തൊഴുമ്പോൾ പോലും അവിടെ ചുമ്മാ കൈയും കെട്ടി നോക്കി നിൽക്കുക. ഇങ്ങനെ നമ്മൾ ഈ നിരീശ്വരവാദികളായ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അമ്പലത്തിൽ പോയി, ആ ജനങ്ങൾ വരുന്നത് ഭഗവാനെ നോക്കി തൊഴാനാണ്, ഞാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ പോയി ഈ ഭക്തജനങ്ങളുടെ തൊഴിൽ മറച്ചുകൊണ്ട് അവിടെ അവരുടെ സാന്നിധ്യം കൊണ്ട് ഈ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ അടുത്തായിട്ട് കാണുന്നുണ്ട്. ഈ കാര്യത്തെക്കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം? ഞാൻ യോജിച്ചത് ഇതാണ്, ദൈവവിശ്വാസികളായ ആളുകളായിരിക്കും വരുന്നതാണ് നല്ലത്, ആ നിയമനിർമ്മാണം നല്ലതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ ദൈവവിശ്വാസികൾ വന്നാൽ മോഷണം തടയണമെന്നില്ല, അത് വ്യത്യാസമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ നിരീശ്വരവാദികൾ എന്തിനാണ് അമ്പലത്തിൽ പോയി ആ തിരുനടയിൽ നിൽക്കുന്നത്? അതിന് കാര്യമില്ല, അഡ്മിനിസ്ട്രേഷൻ താഴെയല്ലേ സാറേ, അവിടെ പോയി ഇരുന്നാൽ പോരെ. എന്തിനാ ചുമ്മാ അവരെ ഈ തൊഴാൻ പോകുന്നതിനെ ഉപദ്രവിക്കാൻ പോകും? ഇതിലുള്ള കാര്യം ഇപ്പം ഈ അവസാനം പറഞ്ഞ കാര്യം തന്നെ ഞാൻ ആദ്യം പറയാം. ഈ നമ്മളൊരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ ജീവിക്കുന്നവരാണ്. ഒരു സമൂഹം എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് വഴങ്ങേണ്ടി വരുന്നവരുമാണ്. നമ്മുടെ ഐഡിയാസ് എന്ത് തന്നെ ആയാലും ശരി. ഒരു വലിയ ബൃഹത്തായ ഒരു അസംബ്ലിൻ്റെ മധ്യത്തിൽ എല്ലാ ആളുകളും കൈകൂപ്പി തൊഴുമ്പോൾ
ഒരാൾ മാത്രം കൈയെടുക്കാതെ നിൽക്കുന്നത് അഹങ്കാരമാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ അവഹേളിക്കുന്നതാണ്. ആ അർത്ഥത്തെങ്കിലും ശബരിമല നടയിൽ പോയി തൊഴാതെ നിൽക്കുന്നത് വളരെ നിർഭാഗ്യകരമെന്ന് മാത്രം അന്നല്ല, വേറെ വാക്കുകളാണ് അതിനുള്ളത്, ശരിയല്ല. അത് ആ സംഭവത്തിനെ സംബന്ധിച്ച്. ആ സംഭവമല്ല, ഇത് നേരത്തെ ഞാൻ ചാർജ് എടുക്കുന്നതിന് മുമ്പും ഞാനിത് കേട്ടിട്ടുണ്ട്. അവിടെ പോയി മന്ത്രി തിരിഞ്ഞു നിന്നതും അത് കഴിഞ്ഞ് വരുന്ന ഞാൻ അവിടെ ചെന്നപ്പോൾ തൊഴുതതും തമ്മിൽ പത്രക്കാർ അവിടെ വെച്ച് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു. ഇപ്പം എൻ്റെ കൺസെപ്റ്റ് ഇതാണ്. ഞാൻ ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ നടയിൽ എന്താവശ്യത്തിന് പോയാലും എൻ്റെ കൂടെ വരുന്നവരെല്ലാം തൊഴുമ്പോൾ ഞാനും തൊഴണ്ടേ? വിശ്വാസത്തിൻ്റെ ക്വസ്റ്റ്യൻ വേറെ. അവഹേളിക്കരുത് മറ്റുള്ളവരെ, അല്ലെങ്കിൽ ആ ആചാരങ്ങളെ അവഹേളിക്കരുത്. മറ്റേത് ദൈവവിശ്വാസം ഉള്ള ആളുകൾ ഭരിച്ചാൽ മാത്രമേ ആ ക്ഷേത്രകാര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് ചോദിച്ചാൽ, ഈ അമെൻമെൻറ്റ് എപ്പോൾ വന്നു എന്നറിയോ? 1990-ലാണ്, 91-ലാണ്. 41 വർഷകാലം ഈ അമെൻമെൻ്റ് ഇല്ലാതെ മന്നത്ത് പത്മനാഭൻ മുതൽ പ്രഗത്ഭന്മാരായ ആളുകൾ ഭരിച്ചിരുന്നതാണ്. ആ സമയത്തൊന്നും ഒരു കുഴപ്പം പറ്റിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണ്ടീഷൻ അതിനകത്ത് എനാക്ട് ചെയ്താൽ മാത്രമേ ഇത് സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് ശരിയല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോഴും ഞാൻ ആ എക്സെപ്ഷൻ പറയുകയാണ്. ഇറ്റ് ഈസ് ആൾവേസ് ബെറ്റർ. എസെൻഷ്യൽ അല്ല, ഇറ്റ് ഈസ് ആൾവേസ് ബെറ്റർ. മറ്റേത് ഒരാളിൻ്റെ ഇൻറ്റഗ്രിറ്റിയാണ് കാര്യം. ഹൈന്ദവരാകണം എന്ന് പറഞ്ഞത് ശരി, ഇൻറ്റഗ്രിറ്റിയാണ് കാര്യം. ആ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് എനിക്ക് തന്നിരിക്കുന്ന ചുമതല എന്താ? ആ ചുമതല എന്ന് പറഞ്ഞാൽ ക്ഷേത്രാചാരങ്ങളും ക്ഷേത്രവും ക്ഷേത്ര സ്വത്തുക്കളും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ സംരക്ഷിക്കാനാണ് പ്രസിഡന്റ് ഏൽപ്പിക്കുന്നത്, മെമ്പർമാരെ ഏൽപ്പിക്കുന്നത്. അവർക്ക് താഴെയാണ് ബാക്കിയുള്ളവർ. അപ്പോൾ അവരെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതനുസരിച്ച് താഴോട്ടുള്ളവരിരിക്കും. താഴോട്ടുള്ള ആളുകൾ പിന്നെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ജീവനക്കാരും മാത്രം മതിയോ ദൈവവിശ്വാസം? ദേവസ്വം ബോർഡിലേക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒരു ഉദ്യോഗസ്ഥനും ദൈവവിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല. ക്ലോസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതാണ് ജീവനക്കാർ, തന്ത്രിമാരുൾപ്പെടെയുള്ളവർ. അപ്പോൾ അവിടെയോ ഞാൻ ഇതിനെ എതിർക്കുന്നു എന്നല്ല, ആൾവേസ് അത് നല്ലത്. പക്ഷേ അതല്ലെങ്കിൽ എന്തെങ്കിലും ദോഷം സംഭവിച്ചു പോകുമോ എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരവാണ് ഈ 40 വർഷക്കാലം ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരുപക്ഷെ ദേവസ്വം ബോർഡ് കരുപ്പിടിപ്പിച്ചതും വളർത്തിയതും നിലനിർത്തിയതും ഒക്കെ ആ 40 വർഷമാണ്. ഞാനിപ്പോഴും പറയുന്നത് ആ 40 വർഷം ഏകദേശം ആ പീരിയഡിലൊക്കെ നടന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് അല്ലാതെ അതിനുശേഷം ദേവസ്വം ബോർഡിൽ ഒന്നും നടന്നിട്ടില്ല. നിങ്ങളുടെ കോളേജുകളൊക്കെ എപ്പോഴാണ് ഉണ്ടായത്? നമ്മുടെ വലിയ കല്യാണ മണ്ഡപങ്ങൾ ഉൾപ്പെടെ എപ്പോഴാണ് ഉണ്ടായത്? ദേവസ്വം ബോർഡിന് ഇത്രയും നിയമസംഹിത, മാനുവൽ ഉൾപ്പെടെ, റൂൾ ഉൾപ്പെടെ ഉണ്ടായത് എപ്പോഴാണ്? അവരുടെ പീരീഡിലാണ്. അപ്പോൾ അതൊരു മനോഹരമായി അവർ ആ ജോലി നിർവഹിച്ചു. അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നോ ഇല്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷേ അതിനുശേഷം വന്നപ്പോൾ ഡീജനറേഷൻ വന്നു എന്ന് പറഞ്ഞാൽ യാതൊരു ഇൻറ്റഗ്രിറ്റിയും നോക്കാതെ ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത് പോലെ ആളെ നിയമിക്കാൻ തുടങ്ങി. അവിടെയാണ് പ്രശ്നം വന്നത്. അപ്പോൾ ഈ 2008-ലാണ് ഏറ്റവും വലിയ ഇഷ്യൂ വന്നത്. ആരുടെ പീരീഡാണെന്ന് എല്ലാവർക്കും അറിയാവുന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു. അവരൊന്നും ദൈവവിശ്വാസം ഇല്ലാത്തവരായിരുന്നോ? അല്ലല്ലോ. ആ പീരീഡിലാണ് പരിപൂർണം കമ്മീഷൻ വന്നിട്ട് തന്ത്രിക്ക് പോലും പൂജ അറിയില്ല എന്ന് എഴുതി വെച്ചത്. അറിയാമല്ലോ, വിശദീകരിക്കാൻ. അപ്പോൾ ഇതാണ് എൻ്റെ. അപ്പോൾ ദൈവവിശ്വാസം ആവശ്യം തന്നെയാണ്. ദൈവവിശ്വാസം ഇല്ലെങ്കിൽ പോലും ഈ പറയുന്ന ജോലി നിർവഹിക്കാൻ ഉള്ള ഒരു ആത്മാർത്ഥതയും മനസ്സും ഇൻറ്റഗ്രിറ്റിയും വിശ്വാസ്യതയും ഒക്കെ ആളുകൾ മതിയാവും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നും സംഭവിക്കാൻ പറ്റില്ലെന്ന് എൻ്റെ പേഴ്സണൽ ഫീലിംഗ് ഞാൻ പറഞ്ഞു. സാറേ, അത് ശരിയാണ്. അതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. 40 വർഷം സാറി പറഞ്ഞുകൊണ്ട് 100% ഞാൻ യോജിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പുല്ലുമേട്ടിൽ ഏറ്റവും വലിയ അപകടം ഉണ്ടായി. സാറ് ദൈവവിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും സാർ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നോമിനിയായിട്ടാണല്ലോ അവിടെ വരുന്നത്. എന്തായാലും ആരും സാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. സാറിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, കേരളത്തിലെ പൊതുസമൂഹത്തിന് നമ്മൾ പൊതുജനം കഴുത എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ടെങ്കിലും കേരളത്തിലെ ജനങ്ങൾ വളരെ ബുദ്ധിയുള്ള ആളുകൾ തന്നെയാണ്. അവർ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളുകളാണ്. ആരും അങ്ങയുടെ രാജി ആവശ്യപ്പെട്ടില്ല. ഒരാൾ പ്രതിപക്ഷത്തൊന്നും ആവശ്യപ്പെട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശബരിമല ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ഭംഗിയായി അങ്ങേക്ക് നടത്താൻ കഴിയുന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ പ്രസക്തിയില്ല. ഇവിടെ എവിടെയാണ് പ്രശ്നമുണ്ടായെന്നുള്ളത് നോക്കണം.
ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ വന്ന ഒരു ബോർഡിനുണ്ടായ അപജയം വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയത്. 2, ഈ പറഞ്ഞ പോലെ ഈ മന്ത്രിമാർ, വിശ്വാസമില്ലാത്ത മന്ത്രിമാരുടെ സാന്നിധ്യം അവിടെ ആവശ്യമില്ല. അവർക്ക് താഴെ ഇരുന്ന് ഭരണം നടത്താമായിരുന്നു. അമ്പലത്തിൽ പോയാൽ മതി, അവിടെ AC ഓഫീസൊക്കെ ഉണ്ടല്ലോ, താഴെ ഇരുന്ന് അവിടെ ചെയ്താൽ മതി. അവരവിടെ നിന്ന് തൊഴാതെ പോകുന്നത് സാറ് പറഞ്ഞ പോലെ തന്നെ അതൊരു ശരിയായ കാര്യം. ഇതൊക്കെയാണ് പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സിസ്റ്റത്തിൽ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ 2019 ഈ പ്രശ്നം വന്നതായിട്ട് കാണുന്നത്. പക്ഷേ അതിന് മുമ്പ് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നേക്കാം. പക്ഷേ ഇവിടെ അതാണ് ഞാൻ ചോദിക്കുന്നത്, ഈ വിവാദത്തിലേക്ക് വലിച്ചഴയ്ക്കാൻ തുടങ്ങിയ ഈ സാഹചര്യം ഒരുക്കിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ഇടപെടലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് ഇവിടെ വരാൻ കഴിഞ്ഞത്? അയാൾ ആരുടെ നോമിനിയായിട്ടാണ് വന്നത്? അയാൾ ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു. ആ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റിനെ നിയമിച്ചത് ആരാണ്? സാർ പറഞ്ഞല്ലോ, ഒരാളെ ചുമതല ഏൽപ്പിക്കുമ്പോൾ ചുമതല ഏറ്റെടുക്കുന്നവനല്ല, ചുമതലപ്പെടുത്തുന്നവനും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ ചുമതല കൊടുത്തിരിക്കുന്ന ആൾ നന്നായിട്ട് ആണോ നോക്കുന്നത്? ഇവിടാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അതുകൊണ്ട് അങ്ങേക്ക് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ ഒക്കുന്ന കാര്യങ്ങൾ, അതായത് ഈ സ്വർണ്ണക്കൊള്ള അവിടെ നടന്നു എന്നുള്ളതിൻ്റെ ഒരു ഫാക്റ്റാണ്. അതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ നടക്കൂ. അതിൻ്റെ പിന്നിൽ ഉന്നതന്മാരുടെ മൗനസമ്മതമില്ലാതെ ഇത് നടക്കുമോ? അങ്ങനെ കരുതുന്നുണ്ടോ? അത് ഞാൻ പറയാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. അതിനു മുമ്പ് എൻ്റെ കാലത്ത് നടന്ന 102 പേരുടെ മരണം. അതിനു മുമ്പ് പല പ്രാവശ്യം അവിടെ പല സാഹചര്യത്തിൽ ആളുകൾ മരിച്ചിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡിങ് വന്നിട്ട് സ്റ്റാമ്പീഡ് ഒക്കെ ആയിട്ട് മരിച്ചിട്ടുണ്ട്. അവസാനത്തെ എനിക്ക് തൊട്ട് മുമ്പ് ഉള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മരിച്ചത് 53 പേരാണ്. 1999 ആ മരണം. അതിനുശേഷവും 20-25 പേരൊക്കെ മരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഈ 102 പേര് മകരവിളക്കിൻ്റെ അന്നാണ്. നേരത്തെയുള്ള മരണവും മിക്കവാറും എല്ലാം തന്നെ ഈ മകരവിളക്ക് ദിവസങ്ങളിലാണ്. ഈ മരണം നടക്കുമ്പോഴെല്ലാം തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഒരു കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സാഹചര്യം പഠിക്കാൻ. 99 മരണത്തിൽ ജസ്റ്റിസ് ചന്ദ്രശേഖര മേനോനെ കമ്മീഷനായിട്ട് നിയമിച്ചു. അദ്ദേഹം ഒക്കെ പഠിച്ചിട്ട് അദ്ദേഹം ഇതിൻ്റെ കാരണങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം വച്ച ഒരു പ്രധാന നിർദ്ദേശം ശബരിമല അഡ്മിനിസ്ട്രേഷൻ ഇൻഡിപെൻഡൻ്റ് ആക്കണം, കുറേ കൂടി എഫക്റ്റീവ് ആക്കണം എന്നാണ്. അത് ഇപ്പോഴും ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോയിൻ്റാണ്. പക്ഷേ ഈ മകരവിളക്കിനാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മകരവിളക്കിന് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഭക്തന്മാർ വളരെ ആവേശത്തോടും വികാരത്തോടും കൂടി മകരജ്യോതി കാണാൻ അടിഞ്ഞു കൂടുന്നു. എവിടെയും കെട്ടിടങ്ങളുടെ മുകളിൽ, മരത്തിൻ്റെ മുകളിൽ, ഹിൽ ടോപ്പുകളിൽ, കിട്ടുമെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റിൽ വരെ കയറി നിന്ന് ഇത് കാണുന്നതാണ്. ഇത് എൻ്റെ ഓർമ്മയിൽ 1980 മുതൽ ഈ മകരജ്യോതിയുടെ മിഥ്യയെക്കുറിച്ച് ചർച്ചയുണ്ട്. ശരിയോ തെറ്റോ അറിയാമായിരിക്കും. കോവൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ മകരവിളക്ക് കാണുന്ന സ്ഥലത്ത് പോവുകയും അവിടെ വെച്ച് ഭക്തന്മാർ ഈ മകരവിളക്കിന് ദീപം കൊളുത്തുന്നവരും അല്ലാതുള്ളവരും തമ്മിൽ ക്ലാഷ് ഉണ്ടാവുകയും പോലീസ് ലാത്തിച്ചാർജ് ഉണ്ടാവുകയും വരെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ സംബന്ധിച്ച് അസംബ്ലിയിൽ ഡിബേറ്റ് എന്ന് വന്നിട്ടുണ്ട്. ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് തന്നെ ഇ കെ നായനാർ ഭരിക്കുമ്പോൾ ഉപക്ഷേപം അവതരിപ്പിച്ചു ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. നായനാർ പറഞ്ഞത് ഇതിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല, ഇതൊക്കെ ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ടാണ്, സഭയുമായിട്ടുള്ള. ഹൈക്കോടതിയിൽ എല്ലാ പ്രാവശ്യവും റിട്ട് പെറ്റീഷൻ വന്നിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞു ഇല്ല, ഇത് ജുഡീഷ്യൽ പ്രോസസ്സിന് വിധേയമായി തീരുമാനിക്കേണ്ട കാര്യമല്ല, ഇതൊക്കെ വിശ്വാസത്തിൻ്റെ കാര്യമാണ്. 102 പേര് മരിച്ചു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ വന്നു. ആ റിട്ട് പെറ്റീഷനിൽ ഞാനൊരു മറുപടി എഴുതി കൊടുത്തു. ആ മറുപടിക്ക് മുമ്പ് തന്നെ ഞാനൊരു പത്രസമ്മേളനം നടത്തി. വലിയ പ്രചാരമൊന്നും വന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഈ മകരജ്യോതി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ തെളിക്കുന്ന ദീപമാണ്. അത് ദിവ്യമായൊരു
ദീപമാണ് എന്ന് ആളുകൾ ധരിക്കുന്നു. പക്ഷേ ഇത് ശബരിമലയിൽ നടത്തുന്ന ആചാരം പോലെ ഒരു പൂജയാണ്. ആ പൂജയ്ക്ക് കാണുന്ന ദീപമാണത്. അത് ഇതേവരെ നടത്തിയിരുന്നത് ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരാണ്. ഇനി അടുത്ത പ്രാവശ്യം മുതൽ അത് കുറച്ചുകൂടി ആചാരപരമായി ശബരിമലയിൽ നിന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ശാന്തിക്കാരനെ അയച്ച് അവിടെ ദീപാരാധന നടത്തും എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ആരും പറയാൻ തയ്യാറായില്ല. ഹൈക്കോർട്ടിൽ അഫിഡവിറ്റ് എഴുതി കൊടുത്തു, ഇതാണ് സംഭവം, ഞങ്ങളിങ്ങനെ ചെയ്യാൻ പോകും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇത് ആലോചിച്ച് ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല. കാരണം അന്ധമായ ആളുകൾ അന്ന് ഒരു ഹിൽ ടോപ്പിൽ കയറിപ്പോയി അതിൻ്റെ അടുത്ത് പോയി നിന്ന് കുറേ കൂടെ ക്ലോസായിട്ട് ദീപം കൊളുത്തുന്നത് വരെ നേരിട്ട് കാണാം. ആ വിധത്തിലാണ് പുൽമേട്. അവിടെ നിന്നിട്ട് തിരിച്ച് അല്പം ഒരു ഇരുട്ട് വീണ സമയത്ത് ആ ജ്യോതി കണ്ടു, തിരിച്ചിറങ്ങി ഓടി. ഇറങ്ങി വന്നപ്പോൾ പോലീസുകാരും ഫോറസ്റ്റുകാരും കൂടെ കുറുകെ ചങ്ങലയിട്ടിരുന്നു. അത് തട്ടി വീണു, എല്ലാവരും വീണു, സ്റ്റാമ്പീഡുണ്ടായി. ഇതാണ് സംഭവം. ഫലത്തിൽ 2 പോലീസുകാരൻ്റെയും 2 ഫോറസ്റ്റുകാരൻ്റെയും നിരുത്തരവാദിത്തമാണ് ആ സംഭവമെങ്കിലും ഇതാണ് കാര്യം. അല്ല, ഞാൻ പറഞ്ഞത്, ഞാനൊന്ന് പറഞ്ഞു, വ്യക്തമായി പറഞ്ഞു. ഹൈക്കോടതി ഇത് വാദം കേട്ടു. ഹൈക്കോടതി ഈ സ്റ്റേറ്റ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്തു. കേരളത്തിൽ ഒരു കുലുക്കം ഉണ്ടായില്ല, ഒരു കുലുക്കം ഉണ്ടായില്ല. ഞാൻ പ്രതീക്ഷിച്ച എന്തെങ്കിലുമൊക്കെ പ്രശ്നം. ഞാൻ മനസ്സിലാക്കിയത് ഇൻ്റർനെറ്റിൽ കണ്ടത്, എൻ്റെ മകൻ കണ്ടിട്ടെടുത്ത് അയച്ചെന്നാണ്. 7 ആളുകൾ കർണാടകത്തിൽ രാമസേന എന്ന് പറയുന്ന സംഘടന ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ കോലവും കൊണ്ട് സെക്രട്ടേറിയറ്റ് നടവരെ പോയി അവിടെ വെച്ച് കത്തിച്ചു. അതോടെ പ്രശ്നം തീർന്നു. ഇനി അതുകൊണ്ടാണ് ഇഷ്യൂ തീർന്നതെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അതിനുശേഷം ഈ സംഭവം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ആളുകൾ കുറച്ചുകൂടെ വിജിലൻ്റ് ആയതുകൊണ്ടാവാം. അതിനുശേഷം നമ്മൾ പരുന്തമേട്, പാഞ്ചാലിമേട് അങ്ങനെയൊക്കെയുള്ള ചില സ്ഥലങ്ങൾ നമ്മൾ ടേക്ക് ഓവർ ചെയ്തു. ഞാനുള്ളപ്പോൾ തന്നെ ടേക്ക് ഓവർ ചെയ്യാനുള്ള സ്റ്റെപ്സ് തുടങ്ങി. അത് എനിവേ പിന്നീടുള്ളവർ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ കുറേ കൂടെ വിശാലമായി മകരജ്യോതി കാണാനുള്ള സൗകര്യങ്ങളുണ്ടായി. അതാവാൻ കാരണം. പക്ഷേ ഇത് പറഞ്ഞു വന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ പറയാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം സാഹചര്യങ്ങൾ കുറേ കൂടെ പിന്നെയും വഷളായി വരികയാണ്. അതിപ്പോൾ 2018 കാലഘട്ടം മുതൽ കുറേ കൂടെ ശബരിമല എപ്പോഴും ഒരു എന്താ പറയുക, ഒരു എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഫോടനാത്മകമായ ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട്. അല്പം എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് വലുതാവും. ഇപ്പം ഈ ചോദിച്ച കാര്യത്തിന് ഞാൻ പറയാം, ഇത് പൂർണ്ണമായും അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും അതിന് മേൽനോട്ടം വഹിച്ചിരുന്ന ബോർഡിൻ്റെയും ഒരു ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ടുണ്ടായതാണ്. അതിൽ ഒരുപക്ഷെ ഇത് അവിടുന്ന് സ്വർണം അടിച്ചു മാറ്റി വിറ്റ് ലാഭം ഉണ്ടാക്കണമെന്ന് ഉള്ള ഉദ്ദേശത്തെക്കാളേറെ മറ്റ് പല ബെനിഫിറ്റ്സും ഉണ്ടാക്കാൻ അറിയാവുന്നവരും താല്പര്യമുള്ളവരും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നത് ഞാൻ വ്യക്തിപരമായി ധരിക്കുന്നു. ഞാൻ ഈ ഫയൽ കണ്ടിട്ടും അല്ലാതെയും. ഒന്ന്, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ആളുകളെയും അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളെയും ദൈവത്തിന് തുല്യമായി കാണുന്നവരാണ് കേരളത്തിന് പുറത്തുള്ളവർ. അറ്റ്ലീസ്റ്റ് തെലുങ്കാന, ആന്ധ്ര. ഞാൻ ദേവസ്വം ബോർഡ് ഓഫീസിൽ ഇരിക്കുമ്പോൾ എന്നെ കാണാൻ വന്നിട്ട് കമന്ന് കാലിക്കിടന്ന് തൊഴുതു പോയിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ വേർത്തു പോയിട്ടുണ്ട്. എനിക്ക് തന്നെ സംശയം ഞാൻ ആരാണ്. ആന്ധ്രയിൽ നിന്ന് വരുന്നയാളാണ്. അകത്ത് കയറുമ്പോൾ നേരെ കമന്നങ്ങ് കമന്ന് വീണ് കാലിൽ തൊട്ട്. അദ്ദേഹത്തിന് അപ്പോൾ കിട്ടുന്നൊരു അനുഭൂതി ഒരുപക്ഷെ അയ്യപ്പനെ കണ്ടതിന് തുല്യമായിട്ടാണ്. ഇതാണ് ശബരിമലയുടെ പ്രത്യേകത. ഞാൻ ആന്ധ്രയിൽ പോയിട്ടുണ്ട്, തെലുങ്കാനയിൽ, കമ്മത്ത്. എന്തിനാന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൻ്റെ മഹേശ്വരി തന്ത്രിയായിട്ടാണ് പോയത്. അവർ നിർബന്ധിച്ചു, ഞാനും കൂടെ പോയി എന്നേ ഉള്ളൂ. എൻ്റെ ടേം കഴിഞ്ഞതിന് ശേഷം അവിടെ ചെല്ലുമ്പോഴാണ് തന്ത്രിയും തൊഴും എന്നെയും തൊഴും. ഞാൻ പറഞ്ഞത് ആളുകൾ ശബരിമലയെ സംബന്ധിച്ച് കാണുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ശബരിമലയുടെ ഒരു പ്രതിനിധാനം ചെയ്യുന്ന തന്ത്രിയോ പൂജാരിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോ ഭരണാധികാരികളോ പുറത്തിറങ്ങി നടന്നാൽ പോലും തൊഴാൻ ആളുണ്ട്. ദൈവത്തിനെ കണ്ട, അയ്യപ്പനെ കണ്ട മട്ടിൽ. അപ്പോൾ അവിടുന്ന് അയ്യപ്പൻ്റെ ശരീരത്തിൽ നമ്മൾ ഒരുപക്ഷെ അറിയായിരിക്കും,
ഭസ്മം നമ്മൾ വാങ്ങിക്കും നെറ്റിയിലിടാൻ. പക്ഷെ അയ്യപ്പൻ്റെ ദേഹത്ത് ചാർത്തിയിരുന്ന ഭസ്മമുണ്ട്, അതാർക്കും കിട്ടില്ല സാധാരണ. അത് കിട്ടാൻ എത്ര പേര് കാത്തിരിക്കുന്നു എന്നറിയാം. അതാണ് ആ വ്യത്യാസം. അപ്പോൾ അവിടുന്ന് ഒരു തരുമ്പ് കണ്ടാൽ അതിന് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വിലയല്ല, അതിൻ്റെ എത്രയോ ഇരട്ടി വില കണക്കാക്കുന്നവരും അതിനെ വെച്ച് അതുപോലെ പൂജിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ അത് കിട്ടുക എന്നുള്ളത് ഒരു പൈസ മുടക്കാൻ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് റയറാണ്. പക്ഷേ സംഭവിക്കുന്ന ഇതുമല്ല. ശബരിമലയുടെ ഒരു ശാപമാണ് സ്പോൺസേഴ്സ്. ഞാനും ഒക്കെ സ്പോൺസർമാരെ പുറകിൽ നടന്നിട്ടുണ്ട്. പുറകിലല്ല, അങ്ങനെ എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് ശബരിമലയിൽ പല ആക്ടിവിറ്റീസ്, ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസും നടത്താൻ സ്പോൺസർമാരെ സമീപിക്കുന്നു. സ്പോൺസർമാർ പ്രധാനമായിട്ടും കർണാടക, ആന്ധ്ര, തെലുങ്കാന ഒക്കെ ഉള്ളവരാണ്, തമിഴ്നാടും അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് വർഷങ്ങളായി ഈ മാസ്റ്റർ പ്ലാൻ വന്നതിന് ശേഷമാണ് അത് പ്രധാനമായിട്ടും 2008 ശേഷമാണ് മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികൾ സ്പോൺസർമാരെ കൊണ്ട് ചെയ്യുക. അവിടെ അന്നദാനമുണ്ട്, പാർക്കിംഗ് ഗ്രൗണ്ട്, അത് ഇത് അങ്ങനെയൊക്കെയാണ്. അത് ചെയ്യാൻ ആളുകൾ മുന്നോട്ട് വരുന്നു. അവരെ ചില ഏജൻറ്റന്മാർ സമീപിച്ച് ഇവിടെ കൊണ്ടുവന്ന് ബോർഡ് ഭരണകർത്താക്കളുമായി ബന്ധപ്പെടുത്തുന്നു. എന്തൊക്കെയോ അവർ ഈ ഏജൻറ്റന്മാർ മറ്റ് സ്പോൺസേഴ്സിൻ്റെ നിന്ന് വാങ്ങിക്കുന്നു. ഇവിടെ അതിൻ്റെ എത്രയോ ശതമാനം വിനിയോഗിക്കുന്നു. ഇതിനിടയ്ക്കുള്ളത് ദുർവിനിയോഗം ചെയ്യുന്നു. ദുർവിനിയോഗം എന്ന് ഞാൻ പറഞ്ഞത് കുറേ അവരും എടുക്കുന്നു, കുറേ നമുക്കും തരുന്നു. അങ്ങനെ ആ രീതിയിൽ പോയി വരുന്ന ഒരു പ്രവണത കഴിഞ്ഞ് 10-16 വർഷമായി അതുണ്ട്. അല്ല, ഒരു 2008 മുതൽ തന്നെയുണ്ട്. ഇപ്പോൾ സ്പോൺസർമാർ എന്നെയും സമീപിച്ചിട്ടുണ്ട്. അവിടെ ശബരിമല ചില കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഈ സ്പോൺസർമാരുൾപ്പെടെയുള്ള ആളുകളുടെ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഞാൻ ആന്ധ്രയിലും ഒക്കെ ഞാനും പോയിട്ടുണ്ട്. തെറ്റിദ്ധരിക്കണ്ട, ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു പ്രസിഡന്റ് സ്ഥാനമൊഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ശബരിമലയ്ക്ക് എന്ത് സേവനം ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ മലേഷ്യയിൽ പോയിട്ടുണ്ട്, സിംഗപ്പൂരിൽ പോയിട്ടുണ്ട്, കാനഡയിൽ പോയിട്ടുണ്ട്, പിന്നെ ഏതോ ഒരു രാജ്യത്തൂടെ പോയിട്ടുണ്ട്. സേവനത്തിൻ്റെ കണക്ക് ഞാനിത് കേട്ടതുകൊണ്ട് പറയുകയാണ്. ഇതാണ് സേവനമായി കാണുന്നത്. ഇത്രയും സ്ഥലത്ത് പോയി അയ്യപ്പന്മാരെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇത്രയും സ്ഥലത്ത് സ്പോൺസർമാർ കൊണ്ടു നടന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതുപോലെ വരുന്ന സ്പോൺസർമാർ ഈ സാധനങ്ങൾ ഇളക്കി കൊണ്ടുപോയി ഇപ്പോൾ എവിടെങ്കിലുമൊക്കെ പ്രദർശിപ്പിച്ച് സമ്പാദിക്കുക എന്നുള്ള ഉദ്ദേശവും, അതിനേക്കാളേറെ ഈ പേര് പറഞ്ഞ് സ്പോൺസർമാരിൽ നിന്ന്, മറ്റ് സമ്പന്നന്മാരായ സ്പോൺസർമാരിൽ നിന്ന് പൈസ വാങ്ങിച്ച് അതിൻ്റെ 10% ശബരിമലയ്ക്ക് കൊടുക്കുകയും അതിൻ്റെ പിന്നൊരു 10-15% വേണ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുകയും അത് പിന്നെ ബാക്കി സ്വന്തമാക്കുകയും ചെയ്യുന്ന ഈ രീതിയാണ് ശബരിമലയിൽ നടക്കുന്നത്. അതാണ് ഇപ്പോൾ അപകടത്തിൽ ചെന്ന് ചാടിയത്. അല്ലാതെ ഈ 400 ഗ്രാം സ്വർണം മാത്രമല്ല അതിൻ്റെ പിന്നിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ശബരിമല ഓരോ സീസണിലും അല്ലെങ്കിൽ സ്റ്റേറ്റിന് ആവശ്യം വരുന്ന ചില സന്ദർഭങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതുപോലുള്ള ആളുകൾ വഴി കേരളത്തിലേക്ക് വന്ന പൈസയ്ക്ക് കണക്കില്ല. പക്ഷേ അത് സർക്കാരിൻ്റെ ഖജനാവിലെത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറേ, ഇപ്പോൾ സാർ പറഞ്ഞതനുസരിച്ച് 1-2-3 കാര്യമുണ്ട്. ഒന്ന് സ്പോൺസേഴ്സാണ് അപകടകാരി. സ്പോൺസേഴ്സ് അല്ല, ഈ സ്പോൺസർമാർ വന്നത് ശബരിമല ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അങ്ങ് പറഞ്ഞത് ശരിയായിരിക്കാം. സ്പോൺസർമാർ പണ്ടും ഉണ്ടായിരുന്നു. അതായത് അവിടുത്തെ റൂംസൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. MN നമ്പ്യാരെ പോലുള്ള അത് പണ്ടുണ്ടായിരുന്നു. അത് വിവാദമാകാതിരുന്നതിൻ്റെ കാര്യം സ്പോൺസർമാരെ ഉപയോഗിച്ച് ശബരിമലയെ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റിയ ആളുകൾ അന്ന് ഈ ദേവസ്വമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സാർ സൂചിപ്പിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ അന്വേഷണ സംഘം കൂടെ അത് പരിഗണിക്കേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടുത്തെ 5 ഗ്രാം സ്വർണ്ണമോ അല്ലെ 5 കിലോ സ്വർണ്ണമോ അല്ല പ്രശ്നം. ഇവരെ ശബരിമലയെ എങ്ങനെ വിൽപ്പന ചരക്കാക്കി എന്ന് വേണം കോടതി അന്വേഷിക്കാൻ കൂടെ തുനിഞ്ഞാൽ ഇതിൻ്റെ ലെവൽ മാറും. കാരണം വെച്ചാൽ ഈ ശബരിമല ക്ഷേത്രത്തിലെ ഒരു ചെറിയ കാര്യം പോലും അതിനൊരു വിശ്വാസപരമായ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി ആ കട്ടളയെ കൊണ്ടുപോയി പിന്നെ നടൻ ജയറാമിൻ്റെ വീട്ടിൽ വെച്ചു. ജയറാമിൻ്റെ കുഴപ്പമല്ല, അവിടെ കൊണ്ടുവന്നപ്പോൾ അതിന് വിശ്വാസപരമായൊരു പ്രത്യേകതയുണ്ടല്ലോ. സാറിന് ഓർമ്മയുണ്ട്, ഒരിക്കലും അലിയപ്പ ജ്യോതിയുമായിട്ട് പോയി ലക്ഷക്കണക്കിന് രൂപ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ കാലഘട്ടത്തിലുണ്ടായ കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ എല്ലാ അതിരുകളും വിട്ടു പോയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ
ശബരിമല ക്ഷേത്രത്തിൻ്റെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് അനധികൃതമായി പണം സമ്പാദിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും ഭരണാധികാരികൾ, ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമാർക്കും അവരുടെ മെമ്പർമാർക്കും അവരുടെ ആ കാലഘട്ടത്തിൽ സമ്പാദിച്ച സ്വത്തുക്കളെ കൂടി കുറിച്ച് അന്വേഷണം ഉണ്ടെങ്കിലല്ലേ യഥാർത്ഥത്തിലെ ഈ കൊള്ളയുടെ ഒരു യഥാർത്ഥ ചിത്രം നമുക്ക് കിട്ടുകയുള്ളൂ. അല്ല, എത്രമാത്രം ഡീപ്പായ അന്വേഷണം നടത്താൻ കഴിയുമോ അത്രയും നടത്തണം, അതിന് സംശയമൊന്നുമില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ലാസ്റ്റ് ഡേയിലെ ഉത്തരവിൽ ഹൈക്കോടതി പറഞ്ഞു പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പ്രൊവിഷൻസ് ഇൻവോക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ആലോചിക്കണം എന്ന് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഈ കഴിഞ്ഞ ആഴ്ചയിലൊരു 2 ആഴ്ചയ്ക്ക് മുമ്പ് നിർദ്ദേശം കൊടുത്തു. അതാണ് ലാസ്റ്റ് ഓർഡർ. ഇപ്പോൾ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പ്രൊവിഷൻ കൂടെ ആഡ് ചെയ്തിട്ട് സാധാരണ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഇപ്പോൾ വാസുവിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത കേസ് കൊല്ലത്തെ വിജിലൻസ് കോടതിയിലേക്ക് ഇന്നലെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ PC ആക്ട് ഇൻവോക്ക് ചെയ്തു. PC ആക്ട് ഇൻവോക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായി അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത് കൂടെ അന്വേഷിക്കും, സൈമൾട്ടേനിയസായി അന്വേഷിക്കും. ED വരുമ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഡയമെൻഷൻ മാറും. ED സ്വാഭാവികമായി അന്വേഷിക്കുന്നത് ഈ കള്ളപ്പണത്തിൻ്റെ അതാണ്. അപ്പോൾ കള്ളപ്പണം എത്രമാത്രം ഇതിനകത്തുണ്ടാവും എന്നുള്ള കാര്യത്തിൽ പറയാറായിട്ടില്ല. അതിന് സ്കോപ്പുണ്ടോ എന്നറിയില്ല. ഏതായാലും ED ഇതൊരു പ്രമാദമായ കേസ് എന്നുള്ളത് എനിക്ക് അന്വേഷിക്കുന്നു. അവർക്ക് കള്ളപ്പണം വിനിയോഗം നടന്നിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്, അതും അന്വേഷിക്കണം. അല്ല, കള്ളപ്പണമുള്ള സ്പോൺസർമാർ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇത് ഈ സ്വർണ്ണമളയ്ക്കൽ ഉള്ള സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് ഇതുവരെ ചോദിച്ചതിന് അനുബന്ധമായി ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഒരു സിമ്പിൾ ഇഷ്യൂവിലാണ്. ആ സിമ്പിൾ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു സ്വർണം എടുത്ത് പൂശാൻ കൊണ്ടുപോയി വെളിയിൽ കൊണ്ടുപോയപ്പോൾ ഹൈക്കോടതിയിലെ കമ്മീഷണർ അറിയിച്ചില്ല എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് അബ്രപ്റ്റായിട്ട് ഹൈക്കോടതി ഫയൽ കാൾഫാർ ചെയ്തു. ഫയൽ പരിശോധിക്കുന്നു. ഫയൽ നോക്കിയാൽ ഈ സാങ്കേതികമായ കാര്യങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കാൻ കഴിവുള്ള ജഡ്ജിമാരാണ്. അത് അവർക്കതിൽ ഡൗട്ട് വന്നു. അങ്ങനെയാണ് ഇത് ഇൻവെസ്റ്റിഗേഷൻ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വന്ന 2-3 കാര്യം, ഒന്ന് ഈ ദ്വാരപാലകൻ്റെ, 2 ഫ്രെയിമിൻ്റെ കാര്യത്തിൽ, ഡോർ ഫ്രെയിമിൻ്റെ കാര്യത്തിൽ, 3 പാളികളുടെ കാര്യത്തിൽ, ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ അന്വേഷണം പോകുന്നത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരിലേക്കും അന്വേഷണം നീളുന്നുമുണ്ട്. പക്ഷേ ഒരു പ്രോപ്പർ അന്വേഷണം അക്കാര്യത്തിൽ ആവശ്യമാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇത്തരം അന്വേഷണം വരുമ്പോൾ ഹൈക്കോടതിയുടെ കൂടെ സൂപ്പർവിഷനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയും ഈ അന്വേഷണം ഒരു പരിധിവരെ ചിലപ്പോൾ നിരപരാധികളിലും പെട്ടേക്കാം, അപരാധികൾ ചിലപ്പോൾ വിട്ടുപോയി എന്നും വരാം. അപ്പോൾ സൂക്ഷ്മമായ ഒരു അന്വേഷണം തന്നെയാണ് വേണ്ടത്. കാരണം കോടതി നല്ലവണ്ണം സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാസു അറസ്റ്റിലാണ്. വാസു ഫയൽ പ്രകാരം കാണുന്നത് ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം ബോർഡിലേക്ക് ഒരു കത്തയക്കുന്നു. ആ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു സ്പോൺസർ വഴി ആ ഡോറ് സ്വർണം പൂശി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കട്ടളയ്ക്ക് ശകലം പകിട്ട് കുറയും. അപ്പോൾ കട്ടളയും കൂടി ഇളക്കി സ്വർണം പൂശണം. അപ്പോൾ ഇതിനുള്ള സാങ്ഷൻ ബോർഡ് കൊടുത്താൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി ചെയ്യും എന്നാണ്. ആ കത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ എഴുതുന്നു. അത് ദേവസ്വം കമ്മീഷണറേറ്റ് വഴി ബോർഡിലേക്ക് പോകുന്നു. ബോർഡ് അത് സാങ്ഷൻ ചെയ്യുന്നു. അപ്പോൾ ഈ റൂട്ടിലുള്ള എല്ലാവരും ഇപ്പോൾ പ്രതിയായിട്ട് വന്നിട്ടുണ്ട്. അതിൽ കമ്മീഷണറേറ്റിൽ ഞാൻ കണ്ടത്, കമ്മീഷണറേറ്റിൽ വന്ന പെശക് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇങ്ങനൊരു കത്ത് എഴുതും. കത്തിൽ പറയുന്നത് ചെമ്പ് ഫ്രെയിം ഇളക്കി കൊണ്ടുപോയി ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. ആ ചെമ്പ് കട്ടള ബ്രാക്കറ്റിൽ മുമ്പ് സ്വർണം പൂശിയത്, ഇങ്ങനെ വളരെ കോൺസ്പീക്കസ് അല്ലാത്ത രീതിയിൽ എഴുതിയാണത് വരുന്നത്. അത് കമ്മീഷണർ ഓഫീസിൽ വന്നപ്പോൾ സെക്ഷൻ ക്ലർക്ക് നോട്ട് എഴുതുമ്പോൾ സ്വർണം അങ്ങ് വിട്ടു. അത് മേളിലോട്ടുള്ള എല്ലാ ഓഫീസറും യെസ് അടിച്ചു. ആരും പിന്നെ താഴോട്ട് നോക്കിയതായി കാണുന്നില്ല.
ബോർഡിൽ പോയി. ബോർഡിലും ഒരു 4-5 പേര് കണ്ട് ബോർഡ് വന്നു. ബോർഡ് പിന്നെ സാങ്ഷനും കൊടുത്തു. കമ്മീഷണർ ഓഫീസിൽ നിന്ന് പോകുന്ന കത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ എക്സിക്യൂട്ടീവ് ഓഫീസറിൽ നിന്ന് വന്ന കത്ത് ബോർഡ് തലത്തിൽ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കണം എന്നാണ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് റെക്കമെൻഡേഷൻ ഇല്ല എങ്കിൽ പോലും ബോർഡ് തലത്തിൽ ഈ കമ്മീഷണർ ഓഫീസിലുള്ളവരെല്ലാം പ്രതിയാവുകയാണ്. അതാണ് വാസുവിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കണ്ടത്. അതിനുശേഷം അദ്ദേഹം വേറൊരു ഇമെയിൽ വന്നപ്പോൾ അത് താഴോട്ട് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് ആളുകൾ അതിൽ പ്രതിയാവുന്നുണ്ട്. വിജയമല്യ സ്വർണം പൂശിയതാണ്. സ്വർണമാണോ ചെമ്പ് ആണോ, ചില ഭാഗങ്ങളിൽ ചെമ്പ് ചില ഭാഗങ്ങളിലും സ്വർണ്ണമല്ല, അതെല്ലാവർക്കും അവിടെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിലാർക്കും ഡൗട്ട് വരേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ എഴുതേണ്ട കാര്യവും ഇങ്ങനെ എഴുതി പോകേണ്ട കാര്യവുമില്ല. അത് സ്വർണ്ണപ്പാളികൾ തന്നെയാണ്. പക്ഷേ ഇതെവിടെയോ ഒരു സീരിയസ് ആയ ഗൂഢാലോചന നടന്നതിൻ്റെ ഭാഗമായി ഒറിജിനേറ്റ് ചെയ്തതാണ്. ശബരിമലയിൽ ഞാനൊക്കെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. നട തുറക്കാത്ത പ്രാവശ്യം തന്നെ ഒരുപാട് പോയിട്ടുണ്ട്. കാര്യം അവിടുത്തെ വക്സ് അവിടെ നിന്ന് സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ട്. ആരുമില്ല അവിടെ. ആകെ ഈ കിളികളുടെ ശബ്ദവും അല്ലാതെയുള്ള ശബ്ദവും ഞങ്ങൾ 2-3 പേരും മാത്രമേ. ഒരു കേടുപാടും ആ പാളിക്കില്ല, ഒരു കളർ വ്യത്യാസമില്ല. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടുപോയി എവിടെങ്കിലും ഇതുപോലുള്ള സ്പോൺസർമാരെ ഇത് കൊണ്ടുവന്ന് ഇതിലുള്ള സ്വർണം ക്ലാഡ് ചെയ്തിരുന്ന സാധനത്തിനെ ഇളക്കി മാറ്റി സ്വർണം സ്പ്രേ ചെയ്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ക്ലാഡഡ് പാളിയാണ്. ആ പാളി മാറ്റുമ്പോൾ എത്ര സ്വർണം സേവ് ചെയ്യാൻ പറ്റും? സ്പ്രേ ചെയ്യാൻ വളരെ നിസ്സാരമായ സാധനം മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിങ്ങനെ മൂവ് ചെയ്യാൻ ഇത് ഒറിജിനേറ്റ് ചെയ്ത ആളുകളെ കണ്ടുപിടിക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റി, അതാണ് സാറിൻ്റെ ചോദ്യം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ വിഹരിക്കാൻ ആവശ്യമായ സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുത്ത ആളുകളാണ് ഇതിൻ്റെ പ്രാഥമിക ഉത്തരവാദികളെന്നുള്ളതിന് ഒരു സംശയമില്ല. അവരെല്ലാം ചേർന്നുള്ള ബുദ്ധിയാണ് ഈ പ്രവർത്തിച്ചിരിക്കുന്നത്. സാർ, ഇവിടെ തന്നെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഇപ്പോൾ ക്ലാഡ് ചെയ്ത് സ്വർണ്ണമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശബരിമലയിൽ 2 പ്രാവശ്യം കമ്മീഷനായിട്ടിരുന്ന ആളാണ് എൻ വാസു, ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമായി. അപ്പം അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഒരു ഫയൽ വരികയാണ്. അതിൽ ഇവർ കമ്മീഷണർ പ്രസിഡൻറ്റിന് എഴുതുന്ന ഫയലിനകത്ത് സ്വർണം പൂശിയിരുന്ന് എന്നെഴുതിയെന്ന് സാർ പറഞ്ഞു. പക്ഷേ ജസ്റ്റ് നമ്മൾ ഏത് ആളായാലും അതിൻ്റെ ആ ഫയലൊന്നും നോക്കത്തില്ല. അപ്പോൾ ശബരിമല സ്വർണം പൂശി എന്നൊക്കെ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്, സ്വർണം പാളികളാണെന്നുള്ള കാര്യം. അതൊന്നും അറിയാതെ നിഷ്കളങ്കമായൊരു മനസ്സോടെയാണോ വാസു ഇങ്ങനെയൊക്കെ ചെയ്തത്? അല്ല, നിഷ്കളങ്കമാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് താഴെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒറിജിനേറ്റ് ചെയ്ത നോട്ടിൽ സ്വർണ്ണമില്ല, ക്ലർക്ക് എഴുതിയത്. അപ്പോൾ ക്ലർക്ക് എന്തുകൊണ്ട് അങ്ങനെ എഴുതാനിടയായി എന്നുള്ളത് എക്സിക്യൂട്ടീവ് ഓഫീസറെ ഫയലും കൂടെ ചേർത്ത് വെച്ച് പരിശോധിച്ചാൽ ഡൗട്ട് വരണം. അത് പരിശോധിച്ചില്ലെങ്കിൽ സെക്ഷൻ ക്ലാർക്ക് എഴുതിയതിനെ അതിൻ്റെ മുകളിൽ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ശുപാർശ ചെയ്യുന്നു, അതിൻ്റെ മുകളിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ശുപാർശ ചെയ്യുന്നു, അതിൻ്റെ മുകളിൽ പ്രൈവറ്റ് സെക്രട്ടറി ശുപാർശ ചെയ്യുന്നു. ഇതെല്ലാം ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിലുള്ള ആളുകളാണ്. കമ്മീഷണർ അടുത്ത് വരുന്നു, കമ്മീഷണർ എസ് എന്നിട്ടിരിക്കുന്നു, അത് ഉത്തരവായി പോകുന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിനെ ഞാൻ ആരെയും വെള്ളപൂശാൻ ഞാൻ തയ്യാറല്ല, എനിക്ക് ആ ഉദ്ദേശവുമില്ല. അറിഞ്ഞുകൊണ്ടാണ് ഫയൽ പഠിച്ചില്ലെങ്കിൽ ഒരു എന്താ പറയുക, ഫയൽ റെസ്പോൺസിബിളായി ഡീൽ ചെയ്ത അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും, ധാർമ്മികമായിട്ടാണെങ്കിലും അല്ലെങ്കിലും. അത് ശരി തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ആ ഫയൽ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഒറിജിനേറ്റ് ചെയ്ത എങ്ങനെ ഈ പാളികൾ ഇളക്കി മാറ്റി ഇതൊക്കെ ഒരു 4-5 വർഷത്തിന് മുമ്പ് എന്തോ മെയിൻ്റനൻസ് ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്ത് 40 വർഷത്തെ ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ള സാധനമാണ്. അത് ഒരു ക്ലർക്കിന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് ഒരു ദിവസം ഇതെടുത്ത് വേറൊരാളുടെ കയ്യിൽ കൊടുത്ത് ചെന്നൈയിൽ അയക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീരെ നിഷ്കളങ്കമായി കണക്കാക്കാൻ നോക്കില്ല. അതിന് ഭരണകർത്താക്കൾ അനുകൂലിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിതൊന്നും അറിഞ്ഞുകൂടാത്ത ആളുകളാണെന്ന് ധരിക്കാൻ നോക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.